ചങ്ങാതി, ഇരുട്ടുമുറി വെടിഞ്ഞ് വെട്ടത്തിലേക്ക് വരിക. പ്രകൃതി നിങ്ങളെ പഠിപ്പിക്കട്ടെ. വില്യം വേഡ്സ്വർത്ത് കവിത കുറിക്കുകയാണ്. ലെറ്റ് നേച്ചർ ബി യോർ ടീച്ചർ. ഷേക്സ്പിയറിൻ്റെ കഥാപാത്രം ഇങ്ങനെ പറയുന്നുണ്ട്: ദ എർത്ത് ഹാസ് മ്യൂസിക് ഫോർ ദ വൺ ഹൂ ഈസ് ലിസണിങ്. കേൾക്കുന്നവർക്ക് വേണ്ടി പ്രകൃതി ഒരു സംഗീതം ഒരുക്കി വച്ചിട്ടുണ്ട്. വീണ്ടും ഡാൻ്റെ തൻ്റെ കവിതയിൽ ഇങ്ങനെ കുറിച്ചു: ദൈവത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ആർട്ട് വർക്കാണ് ഈ ഭൂമി. ഇനി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, പച്ചപ്പിൽ നിന്നും ഒരുപാട് അകന്നകന്ന് ഉണക്കമരം പോലെ ജീവിക്കുകയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും രോഗത്തിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ പച്ചപ്പിൽ നിന്നും അകന്നകന്നിരിക്കുന്നതായിരിക്കില്ലേ? നിങ്ങൾക്ക് ഒരുപാട് അസുഖങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് മാനസിക സംഘർഷങ്ങളും ഉണ്ടെങ്കിൽ ഈ സംഘർഷങ്ങൾക്കൊക്കെ ഒന്ന് അറുതി വരുത്താൻ, രോഗങ്ങളൊന്ന് കുറക്കാൻ, കുറച്ചുകൂടി സന്തുഷ്ടിയോടുകൂടി ജീവിക്കുവാൻ വേണ്ടി എന്തൊരു മാർഗം? വളരെ ലളിതമായ, പൈസ ചിലവഴിക്കേണ്ടാത്ത ഒരു മാർഗമുണ്ട്. അത് നമ്മളാരും ഉപയോഗിക്കാത്തൊരു മാർഗമായിരിക്കാം. പച്ചപ്പിലേക്ക്, പ്രകൃതിയിലേക്ക് വരിക. ഇത് ഞാൻ മാത്രം പറയുന്ന കാര്യമല്ല. ആധുനിക ശാസ്ത്രീയ പഠനങ്ങളൊക്കെ അടിവരയിട്ട് പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് മാനസിക ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രകൃതിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരിക. പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുക. പ്രകൃതി ജീവനം നിങ്ങളുടെ ജീവന മാർഗമായിട്ട് മാറ്റുക. 1980-കളിൽ ജപ്പാൻ ഏജൻസി ഓഫ് ഫോറസ്റ്റ് എന്ന ഒരു വിഭാഗം, അവർ ധാരാളം റിസർച്ചേഴ്സിനെ വനങ്ങളിലേക്ക് പറഞ്ഞുവിടാൻ തുടങ്ങി. ജപ്പാൻകാർ അങ്ങനെയാണല്ലോ, എന്തിനെക്കുറിച്ചും ആധികാരികമായ പഠനം നടത്താനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഫോറസ്റ്റ് ഏജൻസി ധാരാളം റിസർച്ചേഴ്സിനെ വനങ്ങളിലേക്ക് പറഞ്ഞു വിട്ടു. അവർ ധാരാളമായിട്ട് പഠിക്കാൻ തുടങ്ങി. അവരാണ് ഈ ഫോറസ്റ്റ് തെറാപ്പി എന്നൊരു ടേം വളരെ പ്രചാരത്തിലാക്കിയത് 80-കളിൽ. എന്താണ് ഫോറസ്റ്റ് തെറാപ്പി? നിങ്ങൾ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ കാട്ടിലെ കാറ്റും കാട്ടിലെ വായുവും കാട്ടിലെ ഗന്ധവും കാട്ടിൻ്റെ ആ നൈസർഗിക ഭാവങ്ങളൊക്കെ നിങ്ങളെ തൊട്ട് തലോടി, നിങ്ങളതിനെ തൊട്ട് തലോടി നിങ്ങളുടെ രോഗത്തിന് ശമനം വരുന്നു. ജപ്പാൻകാർ ഈ കാട്ടിലെ നടത്തയെ ഷിൻഷിൻ യോക്കോ എന്ന് വിളിക്കുന്നുണ്ട്. അതായത് ഇംഗ്ലീഷിൽ ഫോറസ്റ്റ് ബാത്തിങ്. അത് കാട്ടിൽ പോയി കുളിക്കുന്നത് കാട്ടരുവികളിൽ കുളിക്കൽ മാത്രമല്ല, മറിച്ച് കാട്ടിലെ ഓരോ കാറ്റിനും നിങ്ങൾ തൊടാനുണ്ട്. അവിടെയുള്ള ഇലകൾക്കും അവിടെയുള്ള മണ്ണിനൊക്കെ നിങ്ങൾക്കൊരു സ്നാനത്തിൻ്റെ അനുഭവം നൽകുവാനുള്ള കഴിവുണ്ട്. ഇങ്ങനെ ഫോറസ്റ്റ് തെറാപ്പി അനുഭവിച്ചു കഴിയുമ്പോൾ എന്ത് മാറ്റമാണ് നിങ്ങളിൽ വരിക? പഠനങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങളുടെ BP ലെവല് വളരെ ഹൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് കുറയും. ഡയബറ്റീസ് ഉള്ളവർ ഓർക്കുക, നിങ്ങളുടെ ഡയബറ്റിക്സ് ലെവല് അല്പം ഒന്ന് താഴും. ഷൂട്ടപ്പ് ചെയ്തിരിക്കുന്ന ഷുഗറാണ് നിങ്ങൾക്ക് എങ്കിൽ അത് കുറയും. ഇനി നിങ്ങൾ ഭയങ്കര ടെൻസ്ഡായിട്ട് സ്ട്രെസ്ഡായിട്ട് നിൽക്കുകയാണെങ്കിൽ കാട്ട് യാത്ര നിങ്ങൾക്ക് കോർട്ടിസോളിൻ്റെ അളവ് കുറച്ച് നിങ്ങളിൽ എപ്പിനെഫ്രിൻ, എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ മുതലായ ഫീൽ ഗുഡ്, ഹെൽത്തി, ലവ് ടോണിക്കുകളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഹാപ്പിയായി മാറും. നിങ്ങൾ കുറച്ചും കൂടി ബ്രൈറ്ററായും ഗ്രേറ്ററായ ഫീലിങ്ങിലൂടെ കടന്നു പോകും. മാത്രമല്ല, നിങ്ങൾക്ക് വല്ലാത്ത ഇൻഫ്ലമേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, നീര് വന്ന് വീർത്തിരിക്കുകയാണ്. നിങ്ങൾ കാട്ടിലൂടെയൊക്കെ നിരന്തരം യാത്ര നടത്തി കഴിയുമ്പോൾ നിങ്ങളുടെ ഇൻഫ്ലമേഷൻ കുറയും. പഠനം പറയുന്നത് ഒരു 30 മിനിറ്റ് കാട്ടിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പച്ചപ്പിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറും. അതിന് വ്യക്തമായ തെളിവുകളൊക്കെ ഉണ്ട്. ഇനി നിങ്ങളുടെ സ്ട്രെസ്സ് മാറും, നിങ്ങളുടെ ആങ്കർ മാറും, കോൺസെൻട്രേഷൻ ഇല്ലായ്മ മാറും, മറവി പ്രശ്നങ്ങൾ മാറും. ഇതുപോലെ ശരീരത്തെ ചൂഴ്ന്നു നിൽക്കുന്ന, മനസ്സിനെ മുരടിപ്പിച്ച് കളയുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ വിമുക്തി നേടുകയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ.
അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, എല്ലാ ദിവസവും സാധിക്കുമെങ്കിൽ പച്ചപ്പുള്ള ഇടങ്ങളിലേക്കൊന്ന് നടക്കാൻ പോവുക. അത്ര വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണോ? അപ്പോൾ നിങ്ങൾ പറയും, പച്ചപ്പേ ഇല്ലാത്ത ഇടങ്ങളിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്, ഫ്ലാറ്റ് സംസ്കാരമാണ്. എങ്കിലേ നിങ്ങളുടെ പച്ചപ്പില്ലാത്ത ഇടങ്ങളെ പച്ചപ്പുള്ള ഇടങ്ങളാക്കി മാറ്റുക. നിങ്ങൾക്ക് ചെറിയൊരു ഗാർഡൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ ഗാർഡനിങ് നിസ്സാരമായിട്ടല്ല നിങ്ങളെ സഹായിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ സങ്കടം അത് മാറ്റിത്തരും. രണ്ട്, നിങ്ങളുടെ അറ്റൻഷൻ അത് ഷിഫ്റ്റ് ചെയ്യിച്ച് നിങ്ങളുടെ ടെൻഷനൊന്ന് കുറച്ച് കളയും. മൂന്ന്, നിങ്ങളുടെ ശരീരത്തിന് കുറച്ചുകൂടി ദൃഢത വരും, മനസ്സിന് കുറച്ചുകൂടി പിരിമുറുക്കം കുറഞ്ഞ് റിലാക്സേഷൻ വരും. നിങ്ങൾക്ക് പലതരം അസുഖങ്ങളിൽ നിന്നും ഒരു വിമുക്തി കിട്ടും. ഞാൻ പറയുന്നത്, നിങ്ങളുടെ മരുന്നെല്ലാം ഉപേക്ഷിച്ചിട്ട് നിങ്ങളിനി കാട്ടിലേക്ക് പോവുക, കാട്ടിൻ്റെ വഴിയിലൂടെ പോവുക, കാട്ടുപാട്ട് കേട്ട് പോവുക എന്നല്ല. മരുന്നൊക്കെ എടുത്തോ. മരുന്ന് എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഈ പ്രകൃതി ജീവന വഴികളിൽ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ രോഗ അവസ്ഥ പെട്ടെന്ന് മാറും. പിന്നെ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് മരുന്ന് പോലും ഒരുപക്ഷെ ഉപയോഗിക്കേണ്ടി വരില്ല എന്ന അവസ്ഥ വന്നെന്ന് വരാം. അതാണ് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, ഒന്ന് ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. ഈ അരോമ തെറാപ്പി നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് നല്ല സുഗന്ധം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ധാരാളം മാറ്റങ്ങളുണ്ടാകും. അതാണ് അരോമ തെറാപ്പി, സുഗന്ധ ചികിത്സ എന്ന് പറയും. ഈ സുഗന്ധ ചികിത്സ തന്നെയാണ് നിങ്ങൾ പച്ചപ്പുള്ളിടങ്ങളിലൂടെ നടക്കുമ്പോൾ നിങ്ങളെ തേടി എത്തുന്നത്. അത് എന്താണ്? അതായത് എല്ലാ മരങ്ങളിലും ഒരു അറോമാറ്റിക് കോമ്പൗണ്ട് ഉണ്ട്. അതിൻ്റെ പേര് ഫൈറ്റനോസൈഡ്സ് എന്നാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ അറോമാറ്റിക് കോമ്പൗണ്ട് നിങ്ങളെ കുറച്ചുകൂടി ഉന്മേഷത്തിലേക്കും ഉണർവിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുന്നത്. കാരണം എന്താണ്? അത് നിങ്ങളിൽ ചില ഹാപ്പി ഫീൽ ഗുഡ് ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഫൈറ്റോൺസൈഡ്സ് ഉണ്ടാക്കുന്നൊരു വലിയൊരു കാര്യമുണ്ട്. നിങ്ങൾ ക്യാൻസർ രോഗബാധിതനായ വ്യക്തിയാണെന്ന് വിചാരിക്കുക, നിങ്ങളതിൻ്റെ ആദ്യ സ്റ്റേജുകളിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്താണ് വേണ്ടത്? ശ്വേതരക്ത കണങ്ങളുടെ അളവ് കൂടണം. അതാണ് നാച്ചുറൽ കില്ലർ, NK എന്നറിയപ്പെടുന്ന നാച്ചുറൽ കില്ലർ ആണത്. അതായത് നിങ്ങളിലുള്ള രോഗബാധിതമായ കോശങ്ങളെ ആക്രമിക്കുവാൻ വേണ്ടി ശരീരം ഒരുക്കുന്ന നാച്ചുറൽ കില്ലർ. ഈ വനങ്ങളിലെ അല്ലെങ്കിൽ പൂക്കളിലെ ചെടികളിലെ സുഗന്ധം നിങ്ങൾ ഏറ്റുവാങ്ങി കഴിയുമ്പോൾ നിങ്ങളിലുള്ള നാച്ചുറൽ കില്ലറിൻ്റെ അളവ് വളരെ കൂടുന്നു. അപ്പോൾ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്യാൻസർ രോഗാവസ്ഥ പോലും മാറും. അത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മളൊന്ന് കണ്ടു തുടങ്ങുക. ഇനി നമ്മുടെ ചില കുഞ്ഞുങ്ങൾക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് സിൻഡ്രോം ഉണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികളുടെ എണ്ണം ഇപ്പോൾ വളരെ വളരെ കൂടുതലാണ്. കാലിഫോർണിയ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളെ നിങ്ങൾ ഇടയ്ക്കെങ്കിലും ആഴ്ചയിലൊരിക്കലെങ്കിലും പാർക്കിലേക്കോ പച്ചപ്പുള്ള ഇടങ്ങളിലേക്ക്, ആൾക്കൂട്ടത്തിലേക്കല്ല, പച്ചപ്പുള്ള ഇടങ്ങളിലേക്കൊന്ന് യാത്ര കൊണ്ടുപോവുക. അവരുടെ മെമ്മറി കൂടും, അവരുടെ അറ്റൻഷൻ കപ്പാസിറ്റി കൂടും, അവരുടെ ഇറിറ്റബിൾ നേച്ചർ അല്പമെങ്കിലും മാറും. കുറച്ചുകൂടി ശാന്തത അവർക്കുണ്ടാവും, അതിലൂടെ നിങ്ങൾക്കും ശാന്തത ഉണ്ടാവും. അപ്പം അങ്ങനെയാണെങ്കിൽ അത് ട്രൈ ചെയ്യാവുന്നൊരു ചെറിയ കാര്യമാണല്ലോ. ഇനി നിങ്ങൾ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയുടെ ഒരു പഠനം ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ആ പഠനം പറയുന്നത് ഈ വണ്ടർഫുള്ളായിട്ടുള്ള പ്രകൃതിയുടെ അമ്പരപ്പിക്കുന്ന ചില കാഴ്ചകളുണ്ടല്ലോ, ലൈക്ക് ഒരു വാട്ടർഫോൾ, വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച, അല്ലെങ്കിൽ വല്ലാതെ ചിറക് വിരുത്തി പറന്നു നിൽക്കുന്ന പോലെയുള്ള ഒരു മരത്തിൻ്റെ കാഴ്ച, അതല്ലെങ്കിൽ നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന ഒരു സീനിക് ബ്യൂട്ടി, ഭയങ്കര സുന്ദരമായിട്ടുള്ള ഒരു താഴ്വാരമോ പറ്റും. ഇതൊക്കെ നോക്കിയിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ പഠനങ്ങൾ പറയുന്നത് ഇത്രയും വിസ്മയിപ്പിക്കുന്ന പ്രപഞ്ച രഹസ്യത്തിന് മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോൾ അറിയാതെ നിങ്ങളുടെ അഹങ്കാരം കുറയും. എന്താണെന്നറിയോ?
ഈ വലിയ ലോകത്ത് നമ്മൾ ചെറുതാണെന്ന് മനസ്സിലാവും. നിങ്ങൾ വലിയ ആകാശത്ത് പറക്കുമ്പോൾ നിങ്ങൾ എത്ര ചെറുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളുടെ പ്രശ്നം എത്ര ചെറുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഈ വലിയ ആകാശം നിങ്ങൾ ചെറു പൊട്ടുപോലെയാണ്. അപ്പോൾ നിങ്ങളുടെ സെൽഫിഷ്നെസ് കുറയും, നിങ്ങളുടെ അഹങ്കാരം കുറയും. ഇത് ശാരീരിക മാനസിക തലങ്ങളിലെ യഥാർത്ഥ മാറ്റമാണെന്ന് പഠനങ്ങൾ വ്യക്തമായ തെളിവുകളോട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു വെള്ളച്ചാട്ടത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ, വിശാലമായ ആകാശത്തെ നോക്കി നിൽക്കുമ്പോൾ അറിയാതെ മനസ്സ് വിശാലമാകുന്നുണ്ട്. ഇടുങ്ങിയ മനസ്ഥിതികൾ മാറിപ്പോകുന്നുണ്ട്. സെൽഫിഷ്നെസ് കുറഞ്ഞ് അല്പം കൂടി സെൽഫ്ലെസ് ആകാൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഞാനെന്ന ഭാവമൊക്കെ കുറേയൊക്കെ മാറുന്നുണ്ട്. ഈ ഈഗോ ചുവന്ന് നടക്കുന്നതുകൊണ്ടാണല്ലോ ഭൂരിഭാഗം പ്രശ്നങ്ങളും വരുന്നത്. നമ്മുടെ പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ഈഗോയാണ്. അപ്പോൾ ഈഗോയൊക്കെ ഒന്ന് മാറാൻ ഇടയ്ക്കൊന്ന് പുറത്തേക്ക് വരണം. ഈ നിങ്ങളുടെ ഓഫീസ് മുറിയിൽ ചടഞ്ഞിരിക്കരുത് എപ്പോഴും. അതാണെങ്കിൽ ഓഫീസ് മുറി തന്നെ ഒരു ഈഗോ മുറിയാണ്. ഈഗോ കസേരയിലാണ് നിങ്ങളിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈഗോയെ തൊട്ട്, ഈഗോയെ തലോടി, ഈഗോയെ പോഷിപ്പിച്ച് മാത്രമേ ഇരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഈഗോയിട്ട് പുറത്തേക്ക് വരണം. അപ്പോഴാണ് യഥാർത്ഥ ലോകം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുവാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ്ലാൻഡിൻ്റെ മറ്റൊരു പഠനമുണ്ട്. അത് വളരെ രസകരമായിട്ട് തോന്നി. ഓക്കെ, നിങ്ങൾക്ക് കാട്ടിലോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല, പക്ഷേ നിങ്ങൾക്കൊരു കുഞ്ഞ് കാട് നിങ്ങൾക്ക് ചുറ്റിലുണ്ടാക്കാൻ പറ്റും. അതുതന്നെ നിങ്ങളെ ആരോഗ്യത്തിലേക്ക് നയിക്കും. ഇനി കുഞ്ഞ് കാടൊന്നും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് നേരമില്ല, കുഴപ്പമില്ല എൻ്റെ ചങ്ങാതി. ഈ ക്വീൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി പഠനം പറയുന്നത് ആർട്ടിഫിഷ്യൽ പച്ചപ്പിലേക്ക് നോക്കിയിരുന്നാൽ പോലും നമ്മുടെ മനസ്സ് കുറച്ചും കൂടി ശാന്തമാകുന്നതാണ്. അപ്പോൾ ആർട്ടിഫിഷ്യാലിറ്റിക്ക് പോലും നാച്ചുറാലിറ്റി കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് നിസ്സാര പഠനമല്ലല്ലോ. അപ്പോൾ നിങ്ങൾ പച്ചപ്പുള്ള ലോകത്തല്ലെങ്കിൽ പച്ചപ്പ് കാണിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ചുറ്റിലും നിരത്തി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു പക്ഷേ നിങ്ങൾ കുറച്ചും കൂടി സമൃദ്ധിയുള്ളവരായി, സമാധാനമുള്ളവരായി, സന്തോഷം നിറഞ്ഞ് സന്തോഷം പകർന്ന് നടക്കുന്നവരായി മാറും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, ഇങ്ങനെ ഉണക്കമരം പോലെ ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരു ദിവസം ഏതായാലും മരിക്കും മുമ്പ് ഇങ്ങനെ ഉണങ്ങി ജീവിക്കണം. പുഷ്പിക്കുന്ന, വസന്തം ഉണ്ടാക്കുന്ന, കനിവും കിനാക്കളൊക്കെ പകർന്നു നൽകുന്ന ഒരു വനാന്തരം പോലെയായി നമ്മൾ ഓരോരുത്തരും മാറേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട ചങ്ങാതി, ഇടയ്ക്കൊന്ന് പച്ചപ്പിലേക്ക് സഞ്ചരിക്കുക. അല്ലെങ്കിൽ പതുക്കെ സകല പച്ചപ്പില്ലാതെ നിങ്ങൾ മരുഭൂമിയായി മാറും. മരുഭൂമികളൊക്കെ ഉണ്ടാകുന്നത് മനുഷ്യരവരുടെ കംഫർട്ട് സോണിൽ, സ്വാർത്ഥതയുടെ കംഫർട്ട് സോണിൽ, സ്വസ്ഥതയിൽ ചത്തിരിക്കുമ്പോഴാണ്. ആ സ്വസ്ഥത വിട്ട് പുറത്തേക്ക് വരിക. ഇത്തവണയെങ്കിലും നല്ലൊരു തീരുമാനമെടുക്കുക. നല്ല യാത്ര നേരുന്നു.